ഡിയുടെ കരങ്ങൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും കുടുംബത്തിലേക്കും വരുന്നത് കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും? കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനോട് കേന്ദ്ര സർക്കാരിന് ഒരു മൃദു സമീപനമായിരുന്നു ഉണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമായിരുന്നു. അതിനൊരു രാഷ്ട്രീയ കാരണമുണ്ട്. കാരണം കേരളത്തിൽ കോൺഗ്രസ് ഹടാവോ എന്നുള്ളതാണ് ഇന്ത്യ മുഴുവനുള്ള BJPയുടെ ലക്ഷ്യം. അതിന് ഉപകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലെ CPM എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തങ്ങൾക്ക് പൂർണ്ണ ശക്തിയുള്ള സമയം വരെയും അവർ തുടരട്ടെ എന്നുള്ളതായിരുന്നു BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ആഗ്രഹം. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ വൻപിച്ച ജനവിധി ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിയെഴുതി. BJPക്ക് 3 സീറ്റ് കിട്ടി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും 2031 വരുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ ഏറണമെങ്കിൽ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ ഏറ്റവും കൂടുതൽ ഹിന്ദു അംഗങ്ങളുള്ള CPMനെ തകർക്കുക എന്നുള്ളതാണ് BJPയുടെ അടിയന്തരമായ ലക്ഷ്യം. അതുകൊണ്ടാണ് കേസുകൾ ഒന്നൊന്നായി ഇവർ പുറത്തെടുക്കാൻ ആരംഭിച്ചു. അതിൻ്റെ ആദ്യ പടിയാണ് ഈ കരിമണൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിച്ചു എന്നുള്ള കേസിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന തുടർ നടപടികൾ. ബാക്കി കേന്ദ്ര ഏജൻസികൾ ഒട്ടേറെ ആരോപണങ്ങൾ പിണറായി വിജയനും കുടുംബത്തിനും CPMന്റെ ഉന്നത നേതാക്കന്മാർക്കും എതിരായുണ്ട്. അത് മുഴുവൻ ഒട്ടേറെ കേന്ദ്ര ഏജൻസികൾ തുടർ നടപടികൾ എടുക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ. കാരണം കോൺഗ്രസിനെതിരായി തങ്ങളാണ് ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന് തെളിയിക്കേണ്ട ബാധ്യത BJPക്കുണ്ട്. എങ്കിൽ മാത്രമേ ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായി അല്ലെങ്കിൽ UDFനെതിരായ മുഖ്യ ശക്തിയായി വളരുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് സഭയ്ക്കകത്തും പുറത്തും ഉള്ള ഒരു ഈ പ്രക്ഷോഭം എങ്ങനെയൊക്കെ ഇരിക്കും എന്ന് നേരത്തെ തന്നെ അവർ കാണിച്ചു. ഇന്നത്തെ നടപടി EDയുടെ നടപടി രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ അവർ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപയോഗിച്ച നടപടിയായിട്ട് രാഷ്ട്രീയ പകപോക്കലായി വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. കാര്യം കെജ്രിവാളിനൊക്കെ എതിരായ അതിരൂക്ഷമായ നടപടികളൊക്കെ ഒട്ടേറെ കാലത്തെ അവിടെ ഫലമായിരുന്നു. കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ട കേസുകളിലാണ് കെജ്രിവാളിനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും നേതാക്കന്മാരെ ജയിലടയ്ക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് പാർട്ടിക്കാർ തന്നെ വിശ്വസിക്കുന്ന സമയത്താണ് കേന്ദ്ര സർക്കാർ പിണറായിക്കെതിരായ നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. പാർട്ടിക്കകത്ത് പിണറായിക്കെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ നടക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉൾപ്പെടെ ഈ നടപടിയുടെ പരിണത ഫലമായി തുലാസിൽ തൂങ്ങുകയാണ്, ചോദ്യം ചെയ്യപ്പെടുകയാണ്. പാർട്ടിയിൽ പിണറായിക്കെതിരായ വലിയ നീക്കത്തിന് ഈ നടപടി വഴിവെക്കും.